ഇന്നത്തെ വീഡിയോ എൻ്റെ ഹെയർ കെയർ റുട്ടീനെ പറ്റിയാണ്. ഞാൻ ഒരു 7-8 months ആയിട്ട് എനിക്ക് മുടി വളരണമെന്നൊരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഞാൻ ഹെയർ ഗ്രോത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഓവറോൾ ഹെയറിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യം എൻ്റെ ഫ്ലാഷ് ബാക്ക് പറയാം. എനിക്ക് നല്ല മുടിയുള്ള ഒരാളായിരുന്നു കേട്ടോ. നല്ല ഹെയർ ലെങ്ത്തുള്ള ഒരുവിധമൊക്കെ ഉള്ള നല്ലൊരു ഹെയർ ഉള്ള ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ഫ്യൂ ഇയേഴ്സ് ബാക്ക്, ഒരു 4 years ബാക്കൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മുടി പൊഴിയാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു സ്ട്രെസ് ഉണ്ടായിരുന്നു, PCOD ഇഷ്യൂ ഉണ്ടായിരുന്നു, ഇങ്ങനെ പല റീസൺസ് കാരണം മുടി ഭയങ്കരമായിട്ട് പൊഴിയാൻ തുടങ്ങി. എൻ്റെ കല്യാണ സമയമൊക്കെ ആയപ്പോൾ എനിക്ക് വളരെ നല്ല നീളമുണ്ട്, പക്ഷെ ഒട്ടും ഉള്ളില്ലാത്ത ഈ കോല് പോലെ കിടക്കുന്ന മുടിയിൽ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ എന്ത് ചെയ്തു, മുടി വെട്ടി ഈ ഒരു ലെങ്ത്തൊക്കെ ആക്കിയിട്ടു. ആക്കിയിട്ട് കഴിയുമ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര സന്തോഷമായിരുന്നു. പുതിയ ലുക്ക് കൊള്ളാം, ഷോർട്ട് ഹെയർ ആണ്, കുറച്ചുകൂടെ മാനേജ് ചെയ്യാൻ എളുപ്പം. ആൻഡ് എനിക്കപ്പോൾ ഈ മുടി വെട്ടി കഴിയുമ്പോൾ നമുക്കൊരു ഉള്ളു തോന്നും. അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് മൊത്തത്തിൽ ഞാൻ ഹാപ്പി. അപ്പോൾ പോണി ടെയിലൊക്കെ കെട്ടാം. ഞാൻ അല്ലെങ്കിൽ ഈ ഒരു ഹെയർ സ്റ്റൈലാണ് എവിടെ പോയാലും ഈ ഒരു ഹെയർ സ്റ്റൈലേ എനിക്ക് അറിയൂ. എനിക്ക് വേറൊരു ഒന്നും ചെയ്യാൻ, എനിക്ക് ഒരു രീതിയിൽ മുടി കെട്ടാൻ അറിയില്ല. എങ്ങനെ കെട്ടിയാലും എനിക്ക് ഇഷ്ടപ്പെടാറില്ല. ഞാനിങ്ങനെ യൂട്യൂബിൽ ഓരോരുത്തരൊക്കെ പല രീതിയിലൊക്കെ ഹെയർ സ്റ്റൈൽ ചെയ്യണതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതെങ്ങനെയാണോ ചെയ്യുന്നത്, അത്രയ്ക്ക് എനിക്കറിയില്ല മുടി കെട്ടാൻ. അപ്പോൾ എനിക്ക് ഈ ഷോർട്ട് ഹെയർ ആയപ്പോൾ കുറച്ചുകൂടെ മാനേജ് ചെയ്യാൻ എളുപ്പമായത്. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. അങ്ങനെ കുറച്ച് നാൾ ഷോർട്ട് ഹെയറിൽ നടന്നു, വീണ്ടും വളരും, വീണ്ടും ഞാൻ വെട്ടും, അങ്ങനെയായിരുന്നു. പക്ഷേ കുറച്ച് നാളായിട്ട് എനിക്ക് പഴയ മുടി മിസ് ചെയ്യാൻ തുടങ്ങി. ഈ ഫോട്ടോസ് കാണുമ്പോൾ റിഗ്രറ്റ് ചെയ്യാൻ തുടങ്ങി. അയ്യോ, നല്ല മുടി ഉണ്ടായിരുന്നു, ഞാൻ നേരെ നോക്കാത്ത കാരണം മുടി അത്രയും പോയി എന്നൊക്കെ ഉള്ളൊരു തോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ വളർത്താൻ തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഈ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് കുറച്ച് നമ്മൾ എഫേർട്ട് ഇടേണ്ട കാര്യം. എന്നാൽ മാത്രമേ അത് റിസൾട്ട് ഇടും. നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിട്ട് അതും ആ ഒരു റിസൾട്ടേ നമുക്ക് തരുള്ളൂ. അപ്പം ഞാൻ പ്രോപ്പർ ഒരു റുട്ടീൻ, എൻ്റെ ഹെയറിന് വേണ്ടി ഒരു പ്രോപ്പർ റുട്ടീൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഞാൻ എൻ്റെ റുട്ടീൻ എങ്ങനെയാണെന്ന് പറയാം. വീക്ക്ലി ഓൾട്ടർനേറ്റ് ഡേയ്സ് ഞാൻ ഷാമ്പു ചെയ്ത് ഹെയർ കണ്ടീഷൻ ചെയ്യും. അതുപോലെ തന്നെ വീക്ക്ലി ത്രൈസ് ഞാൻ നല്ല രീതിയിൽ ഹെയർ മാസ്ക് യൂസ് ചെയ്യും. വീക്ക്ലി ട്വൈസ് ഞാൻ ഓയിൽ മസാജ് ചെയ്യും. ആൻഡ് വീക്ക്ലി വൺസ് എനിക്ക് പറ്റുകയാണെങ്കിൽ, എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഏതെങ്കിലും ഒരു DIY മാസ്ക് കൂടി എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യും. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ റുട്ടീൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് പറയാം. ഷാമ്പു തന്നെ ഞാൻ 3 ഷാമ്പൂസാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഡാൻഡ്രഫിന് വേണ്ടി, ഒന്ന് ക്ലാരിഫയിങ് ഷാമ്പൂ എന്ന് പറയുന്ന ഒരു ഷാമ്പൂ, പിന്നെ ഒരു ഫ്രിസ് കൺട്രോൾ ചെയ്യുന്ന ഷാമ്പൂ. ഇതിൽ ഡാൻഡ്രഫിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ കീറ്റോകോണസോൾ ഷാമ്പൂ വാങ്ങിച്ച് വയ്ക്കും, അല്ലെങ്കിൽ കീറ്റോകോണസോൾ സൊല്യൂഷൻ, സ്കാൽപ്പ് സൊല്യൂഷൻ നമുക്ക് കിട്ടും, അത് വാങ്ങി വയ്ക്കും. ഇത് എനിക്ക് ഡാൻഡ്രഫ് വരുന്നു, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ബിൽഡപ്പ് ഉണ്ട് എന്ന് നമുക്ക് തോന്നി തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഇത് സ്കാൽപ്പ് സൊല്യൂഷൻ ഞാൻ യൂസ് ചെയ്യും. ഒരു 1 hour ലീവ് ഓൺ ചെയ്യും. ഞാൻ നല്ല രീതിയിൽ ഹെയർ വാഷ് ചെയ്യും. അപ്പോൾ ഈ സ്കാൽപ്പ് സൊല്യൂഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറ്റുകയാണെങ്കിൽ ഹെയർ മസാജർ, ഞാനിവിടെ ഇമേജ് കൊടുക്കാം, ഈ ഹെയർ മസാജർ വെച്ച് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്തിട്ടായിരിക്കും ഞാൻ വാഷ് ഓഫ് ചെയ്യുക. അപ്പോൾ തന്നെ എനിക്ക് അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു 1 to 2 weeks വീക്ക്ലി ത്രൈസൊക്കെ യൂസ് ചെയ്താൽ തന്നെ എനിക്ക് ഡാൻഡ്രഫ് വരുന്നത് അങ്ങ് നിൽക്കും. അപ്പോൾ അത് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്, മാറ്റിയും തിരിച്ചും യൂസ് ചെയ്യുന്നതാണ് ഈ ക്ലാരിഫയിങ് ഷാമ്പൂ ആൻഡ് ഫ്രിസ് ഫ്രീ ഷാമ്പൂ എന്ന് പറയുന്നത്. ക്ലാരിഫയിങ് ഷാമ്പൂ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സ്കാൽപേ പ്രോ എന്ന് പറയുന്ന ഒരു ഷാമ്പൂ ഉണ്ട്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ഷാമ്പൂ ആണ് അത്. എനിക്ക് ഭയങ്കര ഗ്രീസിനെസ് ഒക്കെ തോന്നില്ലേ, ആ ഒരു സമയത്തൊക്കെ നല്ല ഓയിലുണ്ട്, നല്ല രീതിയിലൊരു വാഷ് വേണം എന്ന് തോന്നുമ്പോൾ ഞാൻ ഈ ക്ലാരിഫയിങ് ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഫ്രിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഷാമ്പൂ എന്ന് പറയുന്നത് ഫീനോ പ്രീമിയം ടച്ച് ഹെയർ ഷാമ്പൂ എന്ന് പറഞ്ഞിട്ടൊരു ഷാമ്പൂ ഉണ്ട്. അതാണ് ഞാൻ ഫ്രിസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുവിധം നല്ല രീതിയിൽ മാനേജ് ആയി കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ അത് ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്ത് കണ്ടീഷൻ ചെയ്ത ഹെയർ ആണിത്. ഓക്കെ, അപ്പോൾ അത് നല്ല രീതിയിൽ എനിക്ക് നെക്സ്റ്റ് ഡേ ഒരു 2-3 days അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കണ്ടീഷണർ ഞാൻ യൂസ് ചെയ്യുന്ന ലോറിയലിൻ്റെ ഹൈൽറോൺ, അതിൻ്റെ ഫുൾ നെയിം മറന്നുപോയി. ലോറിയൽ ഹൈൽറോൺ, ഒരു ലാവൻഡർ കളർ ബോട്ടിലില്ലേ, അതിൻ്റെ കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഷാമ്പൂ എനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. കണ്ടീഷണർ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പം ഞാൻ അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ലോറിയലിൻ്റെ ഒരു ക്ലേ കണ്ടൻറ്റ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ബ്ലൂ അല്ല, ഒരു സീ ബ്ലൂ കളറൊക്കെ ഇല്ലേ, ആ ഒരു കളറിൻ്റെ ഒരു കണ്ടീഷണർ ആൻഡ് ഷാമ്പൂ ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പക്ഷെ അതിപ്പോൾ അത് ഇറക്കുന്നില്ല എന്ന് തോന്നുന്നു, എനിക്കത് കിട്ടുന്നില്ല. ആമസോണിൽ എന്തെങ്കിലും അവൈലബിൾ ആണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതും എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്, നല്ല പ്രൊഡക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ പറയുന്ന പ്രൊഡക്ട്സ് ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്ന മാസ്ക്, ഹെയർ മാസ്ക് ഞാൻ ഫീനോയുടെ തന്നെ പ്രീമിയം ടച്ച് ഹെയർ മാസ്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഇങ്ങനെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര
നല്ല ഹെയർ മാസ്ക് ആണ്. ഞാൻ ചിലപ്പോൾ കണ്ടീഷണറിന് പകരവും ആ സെയിം ഹെയർ മാസ്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് നല്ല എന്താണ് ഒരു ഷൈനിയർ സോഫ്റ്റ് സിൽക്കി ഹെയർ ഒക്കെ നമ്മൾ ചിലപ്പോൾ നമുക്ക് തോന്നുമല്ലോ അങ്ങനെ കിടക്കണമെന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരികയാണെങ്കിൽ ഞാൻ തലേന്ന് നല്ല രീതിയിൽ ഈ മാസ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി അടിപൊളിയായിട്ട് കിടക്കും. അത് സ്റ്റൈൽ കൂടെ ചെയ്തിട്ടാൽ മതി. ഇപ്പോൾ ഏതൊക്കെ നമ്മൾ പറഞ്ഞു, ഷാമ്പു പറഞ്ഞു, കണ്ടീഷണർ പറഞ്ഞു, ഹെയർ മാസ്ക് പറഞ്ഞു. അടുത്ത ഹെയർ ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആയുർവേദിക് ഓയിലാണ് സോർസെറ്റ് ഓയിൽ. നമ്മളെ ഔഷധിയില്ലേ, ഔഷധി ഓൺലൈനിൽ കിട്ടുമായിരിക്കും, ഔഷധിയുടെ ആയുർവേദിക് ഷോപ്പിൽ അവിടെയും ഈ സെയിം ഓയിൽ കിട്ടും. എനിക്ക് ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ഷാമ്പു ആണ്. സോ ഈ ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്ത് സ്കാൽപ്പ് ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റിയാൽ തന്നെ നമ്മളെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ അത്. ഇനി അടുത്തത് സെറം. ഞാൻ സെറം യൂസ് ചെയ്യുന്ന ലോറിയലിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ഒരു ഹെയർ ഓയിൽ സെറം ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത്. എല്ലാവരും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര നല്ല സെറമാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാനും യൂസ് ചെയ്യുന്നത്. ഞാൻ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഡാം ഹെയറിലാണ് സെറം യൂസ് ചെയ്യാറ്. ഞാനൊരു ഹെയർ സ്റ്റൈലിംഗ് വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ, അപ്പം ഞാൻ അത് വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും പാർട്ട് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ ഹെയറിനോട് ചെയ്യാൻ തുടങ്ങിയ ഏറ്റവും വൃത്തിയായിട്ട കാര്യമാണ് ഈ ഹീറ്റിംഗ് ടൂൾസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഇതിപ്പോൾ ഗതികേട് കൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം ഞാനൊരു 8 years ബാക്ക് എൻ്റെ ചേച്ചിയുടെ കല്യാണ സമയത്ത് ഞാൻ എൻ്റെ ഈ ക്രൗൺ പോർഷൻ പോയി ഞാൻ സ്മൂത്തനിങ് ചെയ്തു. ഭാഗ്യത്തിന് ക്രൗൺ പോർഷൻ മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഇപ്പോൾ ചെയ്തപ്പോഴൊക്കെ ഞാൻ ഐശ്വര്യ റായ് ആണെന്ന് പറഞ്ഞാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ഒറിജിനൽ ഹെയർ വളരാൻ തുടങ്ങുമല്ലോ, അപ്പോഴാണ് അതിൻ്റെ വൃത്തിയോട് മനസ്സിലായി. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എന്തെന്ന് വെച്ചാൽ ഈ ഓരോ ഇയർ പോയി ഞാൻ ഈ റൂട്ട് ടച്ച് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. പക്ഷേ ഇത് എത്രയെന്ന് പറഞ്ഞ് ചെയ്യും, ഭയങ്കര വൃത്തികേടാണ് മുടി. എനിക്കിഷ്ടമേ അല്ല എനിക്ക് അങ്ങനെ കാണാൻ. ഇവിടെ എത്രയും ചുരുണ്ടിട്ട് ബാക്കിയെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഫീൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ആ പരിപാടി ഇപ്പം നിർത്തിയിട്ട് ഒരു 4 years ആയിട്ട് ഞാൻ ചെയ്യുന്നത് ബോട്ടോക്സ് ആണ് ഞാൻ ചെയ്യുന്നത്. ഈ ക്രൗൺ ഏരിയ മാത്രം പോയി ഞാൻ ബോട്ടോക്സ് ചെയ്യും. എന്നാലും വലിയ കാര്യമൊന്നും ഇല്ലാതെ ഒരു 4-5 months ലാസ്റ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പോയി ചെയ്യണം. ഹെക്റ്റിക്കാണ്, പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി ലെസ് ഡാമേജ് ആണെന്ന് കരുതി ഞാൻ ആശ്വസിക്കുന്നു ഈ ബോട്ടോക്സ് പരിപാടി. ഓക്കെ, എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട് എന്താണ് ഹെയറിൽ ചെയ്തത്. ഞാൻ ഈ പരിപാടിയാണ് ഹെയറിൽ ചെയ്തത്. നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ബോട്ടോക്സ് ചെയ്തോ, അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബോട്ടോക്സ് ചെയ്തോ. സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ്, റിലാക്സിങ് ഈ പരിപാടികൾ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഞാൻ ചെയ്ത വെച്ച്, ഞാൻ അനുഭവിക്കുന്ന വെച്ച് ഞാൻ പറയുകയാണ്. ഓക്കെ, ആൻഡ് അപ്പോൾ ഈ റൂട്ട് വളരുമ്പോൾ ഞാൻ ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹീറ്റിംഗ് ടൂൾസ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോഴും ഞാൻ നല്ല രീതിയിൽ ഹെയർ പ്രൊട്ടക്ട് ചെയ്തിട്ട് മാത്രമേ ഞാൻ ഹീറ്റിംഗ് ടൂൾസ് യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന വെല്ല പ്രൊഫഷണൽസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. അതിൻ്റെ EMI തെർമൽ സ്പ്രേ എന്ന് പറഞ്ഞിട്ടൊരു സ്പ്രേ ഉണ്ട്. നല്ല ബെനിഫിഷ്യലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ള ഞാൻ യൂസ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഇത് കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒരു 10 minutes ലീവ് ഓൺ ചെയ്തിട്ട് മാത്രമേ ഞാൻ ഹീറ്റിംഗ് ടൂൾസ് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ എയർ ഡ്രൈ അല്ല ചെയ്യാറ്. ഞാൻ നമ്മുടെ ഹെയർ ഡ്രയറല്ലേ, ഹെയർ ഡ്രയറിൻ്റെ കൂൾ ഷോട്ട് ഇട്ടിട്ട് അത് വെച്ചിട്ട് ഞാൻ ഡ്രൈ ചെയ്യാറാണ് പതിവ്. ഞാൻ എയർ ഡ്രൈ അധികവും ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായി? ഇപ്പോൾ ഷാമ്പൂ ആയി, കണ്ടീഷണറായി, ഹെയർ മാസ്കായി, ഓയിലായി, പിന്നെന്തായി, സെറമായി, ഹെയർ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ആയി. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന അടുത്തത് DIY മാസ്ക്. DIY മാസ്കായിട്ട് ഞാൻ 2-3 മാസ്ക് യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഈ ചെമ്പരത്തി താളി, നമ്മളെ പ്രോപ്പർ ചെമ്പരത്തി താളിയില്ലേ, അതായത് ചെമ്പരത്തിയുടെ ഇല, ചെമ്പരത്തിയുടെ പൂവ്, നമ്മൾ അലോവേര ജെല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന ജെല്ലല്ല കേട്ടോ, പ്രോപ്പർ അലോവേര എടുത്ത് അതിനകത്തുനിന്ന് ജെല്ലെടുത്തിട്ട് ഇത് 3 കൂടെ മിക്സിയിൽ അരച്ച് അതൊന്ന് ഞാൻ സ്കാൽപ്പിനെക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഹെയർ ലെങ്ത്സിലാണ്. നല്ല രീതിയിൽ പുരട്ടിയിട്ട് ഞാൻ വാഷ് ഓഫ് ചെയ്യും. ഒരു 10 minutes മാക്സിമം ലീവ് ഓൺ ചെയ്യും. ഉണങ്ങുന്ന വരെ നമ്മൾ ഏത് DIY മാസ്ക് ഉപയോഗിക്കുമ്പോഴും ഓർക്കുക, ഹെയറിൽ യൂസ് ചെയ്യുമ്പോൾ ഇത് ഉണങ്ങി പിടിക്കുന്നവരെ അങ്ങനെ ഇട്ടേക്കരുത്. ഒരുവിധം ഒരു 10 minutes മാക്സിമം ഇട്ടിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയുക. കാരണം ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഹെയർ ഫ്രിസ് ആക്കുക ചെയ്യുക. അപ്പോൾ ആ ഒരു സംഭവത്തിലോട്ട് പോകണ്ട. ചിലർ വേഗം നല്ലോണം ഹെയറിൽ പിടിക്കട്ടെ എന്ന് പറഞ്ഞ് മണിക്കൂറുകളിലിട്ടേക്ക് അങ്ങനെയൊന്നും ചെയ്യരുത്. 10 minutes അല്ലെങ്കിൽ 15 minutes മാക്സിമം കേട്ടോ. അപ്പോൾ ഞാൻ അത് ചെയ്യാറുണ്ട്. പിന്നെ ചെയ്യുന്ന ഉലുവ കുതിർത്തിട്ട് ഉലുവയും തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഹെയറിലും സ്കാൽപ്പിലും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഈ 2 മാസ്കാണ് ഞാൻ മെയിനായിട്ട് ചെയ്യാറ്. പിന്നെ പണ്ട് ഞാൻ റോസ്മേരി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് ഞാൻ സ്പ്രേ ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ അത്രയും മെനക്കെടാൻ
വയ്യ. അപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. അതൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. ഈ റോസ്മേരി വാട്ടർ സ്പ്രേ ചെയ്യുന്നത്, ഫ്ലാക്സ് സീഡ് ജെൽ ഉണ്ടാക്കി വെച്ച് അത് യൂസ് ചെയ്യുന്നത്, അതെല്ലാം നല്ല പരിപാടി തന്നെയാണ്. പക്ഷേ ഒന്നും ഓവറായിട്ട് ഡ്രൈ ആവാണ്ട്. ഇപ്പോൾ റോസ്മേരി വാട്ടർ കുഴപ്പമില്ല, നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്താൽ മതി, അത് അറിയില്ലല്ലോ. പക്ഷേ ഫ്ലാക്സ് സീഡ് ജെല്ലൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇത് ഡ്രൈ ആവാൻ വിടരുത്. ഹെയർ ഒരുപാട് ബ്രിട്ടിലാക്കും, പെട്ടെന്ന് പൊട്ടിപ്പോണ ഒരവസ്ഥയൊക്കെ വരും. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. പിന്നെന്താണ്, ഓക്കെ, ഇത്രയാണ് ഞാൻ ഹെയർ കെയറിന് വേണ്ടി ചെയ്യുന്നത്. പിന്നെ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യുന്ന സപ്ലിമെൻറ്റ്സ് ആണ്. സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഞാൻ എടുക്കുന്നത് ഒന്ന് omega-3 ഫാറ്റി ആസിഡ് ഫിഷ് ഓയിൽ ഞാൻ എടുക്കും. ഫിഷ് ഓയിൽ 1150 mgയുടെ ഒരു ടാബ്ലറ്റ് ഞാൻ എല്ലാ ദിവസവും എടുക്കുന്നുണ്ടാവും. പിന്നെ കെരാഗ്ലോ എവ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡെഫിഷ്യൻസി, എൻ്റെ ഫുഡ് വഴി എനിക്ക് പ്രോപ്പറായിട്ട് എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് ഞാൻ കെരാഗ്ലോ എവ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെയർ സപ്ലിമെൻറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഞാൻ സപ്ലിമെൻറ്റ്സ് ആയിട്ട് എടുക്കുന്നത്. ഇത്രയൊക്കെ തന്നെയാണ് ഞാൻ ഹെയർ കെയർ ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ മുടി നോക്കുകയാണെങ്കിൽ ഹെയർ അതേപോലെ തന്നെ റിസൾട്ട് തരുകയും ചെയ്യും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടി ഉണ്ട് ഇതിനകത്ത്. പ്രോപ്പറായിട്ട് ഡയറ്റും ഫോളോ ചെയ്യുക. ഡയറ്റിൽ ഇപ്പോൾ പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ച് സപ്ലിമെൻറ്റ് എടുക്കുക. അപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ട് നോക്കിപ്പോയാൽ മതി, നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ പ്രൊഡക്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ് ഉള്ളത് അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.